ഹായ്, നമുക്കിന്ന് വെള്ളരി പച്ചടി ഉണ്ടാക്കിയാലോ? ആദ്യമായി വെള്ളരി ചെത്തുക. ഓക്കെ. ഇന്ന് മകൻ്റെ സ്കൂളിൽ ഓണപ്പരിപാടിയാണ്. അപ്പോൾ ടീച്ചർ പറഞ്ഞു എല്ലാവരും വെള്ളരി പച്ചടി ഉണ്ടാക്കണമെന്ന്. നമുക്ക് ഈ വെള്ളരി പച്ചടി ഒന്നും ഉണ്ടാക്കി പരിചയമില്ലല്ലോ. അപ്പോൾ ടീച്ചർ പറഞ്ഞൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്ന ആ ഒരു വാക്കിൻ്റെ വിശ്വാസത്തിൽ ഞാനും ട്രൈ ചെയ്യുകയാണ്. അപ്പം വെള്ളരി നമുക്ക് ഫസ്റ്റിൽ തോല് ചെത്തിയെടുക്കാം. തോല് ചെത്തി വെള്ളരി നമ്മൾ പകുതിയാക്കി മുറിക്കുന്നു. എന്നിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കുരുകൾ നമ്മളൊരു സ്പൂൺ യൂസ് ചെയ്ത് നമുക്ക് എളുപ്പത്തിൽ കളയാൻ പറ്റും. ഓക്കെ. അപ്പോൾ സ്പൂൺ കൊണ്ട് ഇതേപോലെ ആക്കി കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്കത് നീക്കം ചെയ്യാൻ പറ്റും. ഓക്കെ. ഇങ്ങനെ കുരു പോയ വെള്ളരി നമ്മളിങ്ങനെ നീളത്തിൽ ആദ്യം പകുതി മുറിച്ചതിന് ശേഷം നീളത്തിൽ കട്ട് ചെയ്ത് ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കണം. വാഷ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ. ഇനി നമ്മളൊരു ചെമ്പെടുത്തു, അതിൽ ഈ വെള്ളരി എടുത്തിട്ടു. എന്നിട്ട് ഒരു 3/4 ഗ്ലാസ് വെള്ളം നമുക്കിതിൽ ചേർക്കേണ്ട ആവശ്യമുണ്ട്. ഓക്കെ. 3/4 ഗ്ലാസ് വെള്ളം നമ്മളിതിൽ ചേർത്തു. പിന്നെ 1 ടീസ്പൂണ് ഉപ്പും ചേർക്കണം. അതും ചേർക്കാം. ഓക്കെ. ഇനി നമുക്ക് അടുപ്പിൽ മൂടി വെച്ചിട്ട് വേണം നമ്മൾ എന്താക്കാൻ, വേവിക്കാൻ. അപ്പോൾ നമുക്കൊന്ന് അടുപ്പ് കത്തിക്കാം. ഓക്കെ. അടുപ്പ് കത്തിച്ചു. ഓക്കെ. ഇതൊക്കെ വിറകടുപ്പ് ചെയ്യുന്നതാണ് നല്ലത്, അതേപോലെ ചട്ടിയിൽ ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ. അപ്പോൾ നമുക്ക് തേങ്ങ ആവശ്യമുണ്ട് അതിലേക്ക്. അപ്പോൾ ഈ തേങ്ങ നമ്മൾ എടുക്കാൻ പോവുകയാണ്. ഏകദേശം 1 കപ്പ് തേങ്ങേൻ്റെ ആവശ്യം നമുക്കുണ്ട്. അപ്പോൾ 1 കപ്പ് തേങ്ങ ഇട്ടു. ഓക്കെ. അതിലേക്ക് ജീരകം വേണം, നല്ല ജീരകം, അതും ഇട്ടു. ഓക്കെ. പിന്നെ ഒരു 2-3 മുളക് നമ്മളതിലേക്ക് ഇടണം. എന്നിട്ട് നമുക്കതൊന്ന് എന്താക്കണം, ഫസ്റ്റ് ചെറുങ്ങനെ ഒന്ന് അരച്ചെടുക്കാം. ഓക്കെ. അതിന് ശേഷം നമുക്കെന്താക്കണം, ഒരു 3/4 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്യണം. പിന്നെ കുറച്ച് കടുകും ആഡ് ചെയ്യണം, പച്ചക്കടുക്. ഓക്കെ. ഈ കടുക് നമ്മൾ ഓവറായിട്ട് അരയാൻ പാടില്ല. ഇതിനെ കൊണ്ടാണ് ആദ്യം തേങ്ങ അരക്കുന്നത്. അപ്പോൾ അതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. ഓക്കെ. ഈ അരച്ച അരവ് നമ്മൾ എന്താക്കണം, നമ്മൾ വെള്ളരിൻ്റെ അകത്തേക്ക് പാരുക. അപ്പം നല്ലവണ്ണം വെന്തതിന് ശേഷം നമ്മളതിലേക്ക് തൈര് ചേർക്കുക.